പുള്ളിയുടെ ഒരു വീഡിയോ ഇപ്പോൾ കുറച്ച് അധികം പേരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ഞാനിത് ശ്രദ്ധിച്ചതും എനിക്കിതൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയത്. വാസ്തവത്തിൽ ഇതിനകത്ത് റിയാക്ട് ചെയ്യാൻ മാത്രമായിട്ടൊന്നുമില്ല. സംഗതി ഇത്രയേ ഉള്ളൂ. പന്നി കഴിക്കാത്തതിനെ പറ്റി ഇസ്ലാം വിഭാഗത്തിനെ വളരെ മോശമായിട്ട് പുള്ളി പറയുന്നതാണ്. ഇതിനെ മാച്ച് ചെയ്യുന്നത്, അതായത് ഈ മതവിശ്വാസങ്ങൾ കൊണ്ട് മനുഷ്യനെ ബന്ധിച്ചിട്ടിരിക്കുന്നു. ബാക്കി അതായത് ഹിന്ദുമത വിശ്വാസത്തിലുള്ള ബീഫ് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ബീഫ് കഴിക്കുന്നവരെ തല്ലിക്കൊല്ലുന്ന ഒരു രീതി, അതിനെയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് യോജിപ്പിച്ച് നിർത്തി ആകെ മൊത്തത്തിൽ ഇസ്ലാമിയർ ഒരു കുഴപ്പക്കാരാണ് എന്നുള്ള ഒരു ടൈം കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നുണ്ട്. അപ്പം അതിനെ ഖണ്ഡിച്ചുകൊണ്ട് UA ടീം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്കത് വളരെ കൺവിൻസിംഗ് ആയി തോന്നിയിരുന്നു. പിന്നെ അത് മാത്രവുമല്ല, ഈ ഒരു വിഷയത്തിൽ ഇത് നമ്മൾ എങ്ങനെ ഇതിന് മറുപടി പറയുക എന്നുള്ളത്, അതായത് ഒരു ആഹാരം നിഷേധിക്കുന്നത് ഒരിക്കലും ഒരു നല്ലൊരു പ്രവൃത്തിയല്ലല്ലോ. അപ്പം മതപരമായ ആചാരങ്ങളിൽ ആഹാരം നിഷേധിക്കൽ ഇവിടെ സ്ഥിരമായി നടക്കുന്നതാണ്. അത് എല്ലാ വിഭാഗത്തിലും ഉണ്ട്. ഇപ്പം ഉദാഹരണത്തിന് എല്ലാ മതവിഭാഗക്കാരും പങ്കെടുക്കുന്നതാണ് കലോത്സവം. പക്ഷെ കലോത്സവത്തിൽ നമ്പൂരി കറി വെച്ചാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്പൂരിയുടെ ചാപ്പാടേ പറ്റുള്ളൂ എന്ന് നിഷ്ഠ പിടിക്കുന്നത് മറ്റാരുമല്ല, ആ വിഭാഗക്കാർ തന്നെയാണ്. അതെന്താ ബാക്കിയുള്ളവർ വെച്ച വെപ്പ് നടക്കത്തില്ല എന്നുള്ളതാണ്. അപ്പം ആ വിഭാഗത്തിലുള്ളവർക്ക് മീൻ, ഇറച്ചി ഇതൊന്നും പറ്റത്തില്ല, മുട്ട പോലും പറ്റത്തില്ല എന്നാണ് പറയുന്നത്. അവരുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ എന്തായാലും ഇതൊന്നും ഉണ്ടാവത്തില്ല. അപ്പം ഇതൊക്കെ കഴിക്കുന്ന മനുഷ്യരായിരിക്കും അവിടെ വന്നിട്ടുണ്ടാവുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. അവർക്കൊന്നും ഇത് കിട്ടുകയുമില്ല. അങ്ങനെയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞൊരു നിഷേധമല്ലേ? അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കാൻ പറ്റാത്ത ഒരു കലോത്സവം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നതല്ലേ? പക്ഷെ അവിടെ ഒരു മതമുണ്ട്, അത് ഒളിച്ചിരിക്കുന്ന ഒരു മതമായതുകൊണ്ട് ആരും അതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മളിപ്പം അങ്ങ് ജപ്പാൻ അല്ലെങ്കിൽ ഈ പറയുന്ന ചൈന പോലുള്ള രാജ്യങ്ങളെ പോയി എടുക്കുക. ജപ്പാനിലൊക്കെ തന്നെ പച്ചക്കിലോ ഓസ്റ്ററൊക്കെ തിന്നുന്നത് കാണാം. അങ്ങനെയൊക്കെ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്കറിയില്ല അതൊക്കെ ഇങ്ങനെ റോ മീറ്റൊക്കെ എങ്ങനെ കഴിക്കുമെന്ന് എനിക്കറിയത്തില്ല. ജപ്പാനീസിൻ്റെ ഫുഡായിട്ട് എന്തോ ഒരു സുഷിയ അങ്ങനെ എന്തോ ഒന്നുണ്ട്. അയ്യോ അതൊക്കെ കഴിച്ച് ഛർദ്ദിച്ച് ഉപ്പാട് വരുമെന്ന് കേട്ടിട്ടുണ്ട്. പച്ചക്കാണ് കഴിക്കുന്നത്. അത് നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. അപ്പം അതുപോലെ ഒരു രീതി മാത്രമാണ് ഇത് എന്നാണ് UA ടീമിൻ്റെ ഒരു അഭിപ്രായം. ഞാനും ആ അഭിപ്രായത്തോട് യോജിക്കുന്നു. അത് കൃത്യമായി പുള്ളി പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നും അത് എന്തുകൊണ്ടാണ് അവരത് അങ്ങനെ ഒരു ചര്യ സ്വീകരിച്ചതെന്നും അതനുസരിച്ച് പോകുന്നത് എന്തുകൊണ്ടുമാണെന്ന് കൃത്യമായി പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അതെ, ഇസ്ലാം മുൻപോട്ട് വയ്ക്കുന്ന കുറേ ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. അതനുസരിച്ച് പോകുന്നവർക്ക് മാത്രമേ ആ മതത്തിൽ തുടരാനുള്ള അവകാശമുള്ളൂ. ഇനി തുടരണ്ട, അതൊന്നും വേണ്ടെന്ന പ്രാക്ടീസിങ് ഇസ്ലാമായിട്ട് നിൽക്കാത്തവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, എന്ത് വേണമെങ്കിലും ചെയ്യാം. കള്ളു കുടിക്കാത്ത മുസ്ലിമുകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, കള്ളു കുടിക്കുന്നവരും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഹറാമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അത് അവരുടെ രീതികളാണ്. അങ്ങനെ ഓരോ കാര്യത്തിലും ഉണ്ട് ഹറാം ഹലാൽ എന്നുള്ളത്. ഇസ്ലാമിൻ്റെ ചര്യ അനുസരിച്ച് ജീവിക്കുന്നത് തുലവും തുച്ഛമായ ആൾക്കാർ മാത്രമാണ്. അങ്ങനെ ഒന്ന് പറയുമ്പോൾ അങ്ങനെ ജീവിക്കുന്നവർ ശരിക്കും പറഞ്ഞാൽ ഇസ്ലാം തന്നെയാണ്. ഇസ്ലാം എന്ന് പറയാൻ അവകാശപ്പെടാൻ എല്ലാം കൊണ്ടും യോഗ്യതയുള്ള മനുഷ്യർ തന്നെയാണ് അവരെന്നുള്ളത് വസ്തുത. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ഒപ്പം ചേർത്ത് വയ്ക്കാൻ, നിങ്ങൾ കണ്ടു നോക്കുക. UA ടീമിൻ്റെ മുഴുവൻ വീഡിയോ വേണമെങ്കിൽ അവരുടെ ചാനൽ UA ടീം എന്നുള്ളതാണ് അവരുടെ ചാനലിൻ്റെ പേര് തന്നെ. അതിനകത്ത് പോയി കണ്ടു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള വിവരണം അതിനകത്തുണ്ട്. അപ്പം ഈ വീഡിയോയുടെ കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ കേൾക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ആ ഫൂം ഫാങ് എന്ന് പറയുന്ന ആൾ ഇട്ടിരിക്കുന്ന കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ എടുത്തു വെച്ച് പുള്ളി റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കത് കേൾക്കാം. പന്നിയിറച്ചിയെക്കുറിച്ചുള്ള വളരെ ഫിലോസഫിക്കലായ ഒരു ചർച്ചയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഒരു വീഡിയോ ഒരുപാട് ആളുകൾ എനിക്ക് അയച്ചു തന്നു. ഞാനത് കണ്ടപ്പോൾ എന്താണ് ഇതിൽ റിയാക്ട് ചെയ്യാൻ മാത്രമൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷേ ഒരുപാട് ആളുകൾ അയച്ചതുകൊണ്ട് ഞാനതൊന്ന് അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിൽ പ്രധാനമായും വളരെ ഫിലോസഫിക്കലായ വളരെ ശാസ്ത്രീയമായ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ ജീവികൾക്കും ആ ജീവി എന്താണ് തിന്നേണ്ടത് എന്നുള്ളത് അവരുടെ ജെനറ്റിക്സിൽ തന്നെ അല്ലെങ്കിൽ ജീനോമിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വളരെ ശാസ്ത്രീയമായ ഒരു കാര്യം കൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. എല്ലാ ജീവിക്കും ആ ജീവിക്ക് കഴിക്കേണ്ട ഭക്ഷണം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാലോ. പശു പോയിട്ട് പുല്ല് തിന്നുമ്പോൾ ഏത് പുല്ല് തിന്നണം, ഏത് പുല്ല് തിന്നണ്ടെന്ന് കൃത്യമായിട്ട് അറിയാൻ പശുവിന്. എല്ലാ ജീവിക്കും അറിയാം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി എടുത്ത കാര്യമാണ് പന്നി. ഇതൊക്കെ നമ്മുടെ ജീനോമിൽ കോഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എന്താ തിന്നേണ്ടതെന്ന് പറഞ്ഞല്ലോ. എല്ലാവരുടെയും ജീനിൽ തന്നെ അവർക്ക് തിന്നാൻ പറ്റുന്ന എന്താണെന്ന് ഉണ്ട്, അത് മാത്രമേ അവർ തിന്നുള്ളൂ. പക്ഷേ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ ഇത് മറന്നുപോയി എന്ന് മാത്രമല്ല, ഇയാളുടെ അനുഭവം കൂട്ടിയിട്ട് വേറൊരു കാര്യം പറയുന്നുണ്ട്. അത് നിങ്ങളത് വിട്ടു. സകലമാന ജീവി കുഞ്ഞു കുട്ടികൾ തീട്ടം തിന്നു. നമ്മളൊക്കെ ചെറുപ്പത്തിൽ സൗസ് ഇടാണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പയറും കടലൊക്കെ തിന്നിട്ട് തിരിഞ്ഞ് ഇതിന്റെ കുട്ടികൾ തീട്ടുന്നത് കണ്ടിട്ടില്ലേ? ഞാനും തിന്നിട്ടുണ്ട് 2 കഷ്ണം. ചെറിയ കുട്ടികൾ തീട്ടം തിന്നാറുണ്ട്, അല്ലെങ്കിൽ കാഷ്ടം തിന്നാറുണ്ട്. അതുപോലെ തന്നെ മൂപ്പര് 2 കഷ്ണം തിന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇത് ജീനോമിലുള്ളതാണോ? ഈ പറഞ്ഞത് ഒരു വലിയൊരു ബ്ലണ്ടറാണ്. ഓരോ മനുഷ്യനും അവൻ്റെ ജീനോമിൽ തന്നെ എല്ലാം ഉണ്ട്. ഇത് ജനറ്റിക് ഡിറ്റർമിനിസം എന്നാണ് പറയുക. എന്താണോ ജീൻ അതുപോലെയാണ് മനുഷ്യൻ, അതുപോലെ മാത്രമേ ജീവിക്കാൻ സാധിക്കുള്ളൂ. ഇതൊക്കെ വളരെ മുമ്പേ ഔട്ട്ഡേറ്റഡ് ആയി പോയൊരു കാര്യമാണ്. നമ്മൾ 2025 ഇപ്പോഴും ഈ ശാസ്ത്രീയമായി ഔട്ട്ഡേറ്റഡ് ആയി പോയ കുറേ കാര്യങ്ങളും കൊണ്ട് നടക്കുന്നതിൽ ശരിയല്ല. ഇന്ത്യക്കാർ ഭയങ്കര ഇഷ്ടത്തോടു കൂടി കഴിക്കുന്ന പല ഭക്ഷണവും മറ്റു പല ആളുകൾക്കും ഇഷ്ടപ്പെടില്ല. ഫിലിപ്പീൻകാർ കഴിക്കുന്ന പല ഭക്ഷണവും നമുക്ക് കണ്ടാൽ അറപ്പ് തോന്നും, അല്ലെങ്കിൽ ചൈനക്കാർ കഴിക്കുന്ന നമുക്ക് അറപ്പ് തോന്നും. എന്തേ കാരണം? എല്ലാവരുടെയും ജീന് അല്ലെങ്കിൽ ജീനോം വ്യത്യാസമായതുകൊണ്ടാണോ? അല്ല, മറിച്ച് ഒരു ബിഹേവിയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജെനറ്റിക് ആൻഡ് എപ്പിജെനറ്റിക് ഫാക്ടേഴ്സും ഉണ്ട്. മുസ്ലിംസ് പന്നി കഴിക്കാത്തത് റിലീജിയസ് ആയിട്ടുള്ള പ്രൊഹിബിഷനാണ്. ആരാണ് ഈ മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ
മനുഷ്യനിലൊന്നും പെടാത്ത ഏതോ ഒരു സ്പീഷീസ് നിയാൻഡർത്തൽസ്. ഹിന്ദു എന്ന് പറയുന്നത് ഹോമോസാപ്പിയൻ ആയിരിക്കാം, ഇനി ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഉറാങ്ങൂട്ടാൻ. അപ്പോൾ മുസ്ലിങ്ങൾ ആരാണ്? അതാണ് വലിയൊരു ചോദ്യം. മുസ്ലിങ്ങൾ ആരാണ്? ഈ മുസ്ലിം എന്ന് പറഞ്ഞാൽ വേറെ സ്പീഷിയാണോ? മൂപ്പര് വിചാരം എന്ന് വെച്ചാൽ ഈ പിന്നെ വേറെ ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന വേറെ ഓരോ സ്പീഷീസ് ആണെന്നാണ്. താങ്കൾ നിരന്തരമായി മദ്യം കഴിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ മദ്യം കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല എന്ന് പറയുന്ന ആളാണ് എന്ന് വെച്ച് മദ്യം കഴിക്കാത്തവരൊക്കെ വേറൊരു സ്പീഷി ആവോ? മുസ്ലിങ്ങൾ അവർക്ക് പന്നി ഹറാമാണ് എന്ന് വെച്ചിട്ട് അവർ വേറെ സ്പീഷി ആവോ? ജൂതന്മാർ അവർക്ക് പന്നി കഴിക്കാൻ പറ്റൂല എന്ന് വെച്ച് അവർ വേറെ സ്പീഷി ആവോ? മറ്റു പല ആളുകളും കഴിക്കുന്ന ഒട്ടകത്തിന്റെ ഇറച്ചി ജൂതന്മാർ കഴിക്കൂല എന്ന് വെച്ചാൽ അവർ വേറെ സ്പീഷി ആവോ? ഇങ്ങനെയാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. ചില ആളുകൾ ചിലത് കഴിക്കുന്നില്ല, ചിലത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചിലത് കൂടുതലായി ചെയ്യുന്നു. ഇതുകൊണ്ടൊന്നും വേറെ സ്പീഷി ആവില്ല. എല്ലാവരും മനുഷ്യന്മാരാണ്. എല്ലാവരും മനുഷ്യരായി കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് പറയാനുള്ളത്. മറിച്ച് ഓക്കെ, താങ്കൾക്ക് പന്നി ഇറച്ചി കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ താങ്കൾ കഴിച്ചോളൂ. അപ്പോൾ ആരും ഇവിടെ തടയാനും വന്നിട്ടില്ല. ഇവിടെ ബീഫ് കഴിക്കുന്നതിന്റെ പേരിൽ തല്ലിക്കൊല്ലുന്നത് പോലെ ഈ പന്നി ഇറച്ചി കഴിച്ചതിന്റെ പേരിൽ തല്ലിക്കൊന്ന ഒരു കേസ് പോലും നമുക്ക് ഇവിടെ കാണാൻ സാധ്യമല്ല. കാരണം അത് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, നിങ്ങൾ കഴിച്ചോളൂ, അത് ഞങ്ങളുടെ ഒരു വിഷയമല്ല. ഞങ്ങൾ കഴിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. അതിന്റെ പേരിൽ ഇത്ര ട്രിഗേർഡ് ആവേണ്ട ആവശ്യം എന്താ? വെച്ച് ഞങ്ങളും മനുഷ്യരാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ വേർതിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിം എന്ന പദത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ ഒരു പക്ഷേ സുഹൃത്തിന് ഈ തെറ്റിദ്ധാരണ അറിയേക്കാം. മുസ്ലിം എന്ന് പറഞ്ഞാൽ സമർപ്പിച്ചവൻ എന്നാണ്, അല്ലെങ്കിൽ കീഴൊതുങ്ങിയവൻ, അല്ലെങ്കിൽ ദ വൺ ഹൂ സബ്മിറ്റഡ് എന്നാണ് ആ മുസ്ലിം എന്ന പദത്തിന്റെ അർത്ഥം. അപ്പോൾ എന്താണ് ഈ സബ്മിഷൻ, എന്താണ് ഈ കീഴൊതുങ്ങൽ, എന്താണ് ഈ സബ്മിഷൻ എന്ന് പറയുന്നത്, സമർപ്പണം എന്ന് പറയുന്നത്? എന്തിന് സമർപ്പിക്കുന്ന കാര്യം പറയുന്നത്? അതായത് ഞങ്ങളുടെ വിശ്വാസം ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നുള്ളതാണ്. അതാണ് ലോജിക്കലായ ഒരു കാര്യവും. അതല്ല എന്ന് താങ്കൾക്ക് വാദമുണ്ടെങ്കിൽ താങ്കളുടെ അടുക്കളയിൽ നിന്ന് അതിന്റെ ഫിലോസഫിയും പറയാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ സൃഷ്ടാവുണ്ട് എന്ന് മാത്രമല്ല, മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, മനുഷ്യൻ ഏത് തരത്തിൽ എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന കാര്യം ആ സൃഷ്ടാവ് ചില പ്രവാചകന്മാരിലൂടെ, ജീസസ്, മോസസ്, മുഹമ്മദ് നബി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അങ്ങനെയുള്ള കുറേ പ്രവാചകന്മാരിലൂടെ മനുഷ്യനിലേക്ക് അവൻ്റെ സൃഷ്ടാവിൻ്റെ സന്ദേശം ഇറക്കിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ ഇറക്കിയ സൃഷ്ടാവിൻ്റെ സന്ദേശത്തിന് കീഴൊതുങ്ങി, അഥവാ ആ സൃഷ്ടാവിന് കീഴൊതുങ്ങി ജീവിക്കുന്നവർക്ക് പറയുന്ന പേരാണ് മുസ്ലിം. അത് വേറെ സ്പീഷി ഒന്നല്ല. ഹോമോസാപ്പിയൻസ് മുസ്ലിംസ് എന്ന് പറഞ്ഞിട്ട് വേറെ സ്പീഷി ഒന്നും കാണാൻ പറ്റില്ല. ഓക്കെ, ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുസ്ലിംസിന് പാരസെറ്റമോൾ വേറെ ഉണ്ടോ? പാരസെറ്റമോൾ ഒന്നും വേറെ ഇല്ല. എല്ലാവരും മനുഷ്യരാണ്, യാതൊരു സംശയമില്ല. എല്ലാവരെയും പടച്ചവൻ സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യരായിട്ടാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ ആവർത്തിച്ച് യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. അതായത് നമ്മുടെ എല്ലാവരുടെയും, ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മതമുള്ളവൻ്റെയും ഇല്ലാത്തവൻ്റെയും എല്ലാവരുടെയും ആദിമ പിതാവും ആദിമ മാതാവും ഒരേ ആളാണ് എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒരു ഉമ്മാൻ്റെയും ഒരു ഉപ്പാൻ്റെയും അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെയും അമ്മൻ്റെയും മക്കളാണ് എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പാരസെറ്റമോളിൽ വ്യത്യാസമില്ല, ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വ്യത്യാസമില്ല, ഒരു വ്യത്യാസവും ഇല്ല. പക്ഷേ വി ചൂസ് ടു സബ്മിറ്റ്. ചില ആളുകൾ എന്ത് ചെയ്യുന്നു, ഇതിൽപ്പെട്ട ഈ മനുഷ്യരിൽ ചില ആളുകൾ ദൈവത്തിന് സബ്മിറ്റ് ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ദാറ്റ്സ് ദ ഓൺലി ഡിഫറൻസ്. നിങ്ങൾ ഈ ഒരു ഭക്ഷണം വേണ്ട എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കഴിക്കരുത് എന്ന് പറയുമ്പോൾ, മറ്റുള്ള ആൾക്കാർക്കും ആ പ്രശ്നം ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ നോക്കണമല്ലോ. ഓക്കെ, ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അടിസ്ഥാനപരമായി കാര്യങ്ങൾ മനസ്സിലാക്കാത്തതിൻ്റെ ഒരു പ്രശ്നമുള്ളത്. എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ, ആദ്യം സുഹൃത്ത് മനസ്സിലാക്കുക, മുസ്ലിങ്ങൾ പന്നി കഴിക്കാത്തത് എന്തെങ്കിലും രോഗമുണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, പാരസൈറ്റുകൾ ഉണ്ടാകും, മൈക്രോബ്സ് കൂടുതലാണ്, ഫാറ്റ് കൂടുതലാണ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ പേരിൽ ഒന്നുമല്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മനസ്സിലാക്കുക, ഇതിൻ്റെ പേരിൽ ഒന്നുമല്ല. ഞങ്ങൾ പന്നി ഇറച്ചി കഴിക്കാത്തത് ഞങ്ങളുടെ സൃഷ്ടാവ് പന്നി ഇറച്ചി കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. ഏതുപോലെ ഞങ്ങൾക്ക് മദ്യം ഹറാമാണ്. താങ്കൾ കഴിക്കുന്ന ഒരാളാണ്, മദ്യം കഴിക്കുന്ന ഒരാളാണ്. പക്ഷേ ഞങ്ങൾക്ക് മദ്യം ഹറാമാണ്. ഞങ്ങൾ മദ്യം കഴിക്കൂല. ചെറിയ അളവിൽ പോലും ഞങ്ങൾ ലഹരി ഉപയോഗിക്കില്ല. ഒരു തരത്തിലുള്ള ലഹരിയും ഞങ്ങൾ ഉപയോഗിക്കില്ല. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം ശരിയാണ്. ഇപ്പം നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ മദ്യം കഴിച്ചാൽ അതുകൊണ്ട് ലിവർ സിറോസിസ് ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും സാമൂഹിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ശരിയാണ്. പക്ഷേ ഞങ്ങൾ അടിസ്ഥാനപരമായി മദ്യം കഴിക്കാത്തത് ഈ പറഞ്ഞ കാരണങ്ങളൊന്നുമല്ല. അടിസ്ഥാനപരമായ കാരണം, അതിലെല്ലാം അടിസ്ഥാനപരമായ കാരണം ഞങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവ് മദ്യം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ശാസ്ത്രം പറയുന്നത് വെച്ചാൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഇന്ന ഗുണങ്ങൾ ഉണ്ടാവാം എന്ന രൂപത്തിലാണ് ശാസ്ത്രം വർക്ക് ചെയ്യുക. അല്ലാതെ സുഹൃത്ത് പറയുന്നത് പോലെ എല്ലാം ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് പന്നി കഴിക്കാൻ പറ്റും, ഓക്കെ കഴിഞ്ഞു, അങ്ങനെയാണോ? അല്ലെങ്കിൽ പന്നി ഇങ്ങനെ കഴിച്ചാൽ പ്രശ്നമുണ്ടോ? അപ്പോൾ സുഹൃത്ത് ഗൂഗിൾ ചെയ്യുന്നത് പോലെ നമുക്ക് വേണമെങ്കിൽ വേറെയും ഗൂഗിൾ ചെയ്യാൻ. ഞാനിപ്പോൾ ജസ്റ്റ് സുഹൃത്തിന് മനസ്സിലാൻ വേണ്ടി മാത്രം കേട്ടോ. is the more number of parasites in pork than in beef or chicken. ബീഫിനും ചിക്കനും ഉള്ളതിനേക്കാൾ കൂടുതൽ പാരസൈറ്റുകൾ പോർക്കിലുണ്ടോ? ഇത് എൻ്റെ ഒരു വേ ഓഫ് സെർച്ചിങ് ആണ്. അപ്പോൾ ഗൂഗിൾ പറയുന്നത് എന്താ വെച്ചാൽ യെസ്, ജനറലി ഹാസ് എ ഹയർ പൊട്ടൻഷ്യൽ ഫോർ പാരസൈറ്റ്സ് കമ്പയർഡ് ടു ബീഫ് ഓർ ചിക്കൻ. ബീഫിനെയും ചിക്കനെയും കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ പോർക്കിൽ കൂടുതൽ പാരസൈറ്റ് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്താണോ സെർച്ച് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ആൻസേഴ്സ് കിട്ടും അല്ലേ? അപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല ധാർമ്മികത, അല്ലെങ്കിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യം അങ്ങനെ തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പന്നി കഴിച്ചപ്പോൾ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്, നമുക്ക് ശരീരത്തിലേക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, അത് കിട്ടി. അപ്പോഴേക്കും മറ്റൊന്ന് തിരിച്ചറിഞ്ഞു, അയ്യോ പന്നി കഴിച്ച കുഴപ്പമാണ്. അപ്പോൾ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? പന്നി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടപ്പോൾ, ആരോഗ്യപരമായിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ കണ്ടപ്പോൾ ആ ദൈവത്തിന് തോന്നി ഇത് പാടില്ല എന്ന്. അപ്പോൾ ദൈവം ഉണ്ടാക്കിയതിന് എല്ലാത്തിനും കഴിക്കാനാണോ? എന്താണ് ഈ പറയുന്നത്?
ഈ ലോകത്ത് തന്നെയാണ്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ തന്നെയാണ് കഞ്ചാവ് ചെടിയുള്ളത്. അപ്പോൾ പടച്ചോ കഞ്ചാവ് ചെടി ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അതും തിന്നോളൂ, അതും കഴിച്ചോളൂ എന്നാണോ? എനിക്കറിയില്ല കേട്ടോ, ഒരു ലിബറൽ. അപ്പൊ അത്രയേ ഉള്ളൂ. പുള്ളി പറഞ്ഞതാണ് കാര്യം. അതായത് അവരുടെ മതവിശ്വാസം അനുസരിച്ചിട്ടുള്ള ഒരു വിശ്വാസം, അതാണ് ഇത് കഴിക്കാൻ പാടില്ലെന്നത്. കോമൺ ആയിട്ട് മനുഷ്യരൊക്കെ കണക്കാക്കുന്നത് പന്നി പാടില്ല, പന്നിക്കകത്ത് എന്തൊക്കെ കുഴപ്പമുണ്ട്, അതിന്റെ ഒരു വിവരണം അദ്ദേഹം തരുന്നുണ്ടല്ലോ. അതിനകത്തുനിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായി? എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ പൊട്ടനിക്ക് ഭ്രാന്താണ്. അത് മാത്രമല്ല, ഇസ്ലാമിനെ ആക്രമിക്കാനാണ് ഉത്സാഹം. ഇസ്ലാം ഇത് നിയമമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. ദുബായ് പോലുള്ള രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങളിൽ ഈ മീറ്റ് അവൈലബിൾ ആണ്, മറ്റുള്ളവർക്ക് കഴിക്കാം. ഇസ്ലാമിന് മാത്രമേ അത് നിഷേധിക്കുന്നുള്ളൂ. അപ്പൊ അതൊരു തെറ്റാണോ? എങ്ങനെ ഇസ്ലാമിനെ ഇകഴ്ത്താം, അല്ലെങ്കിൽ എങ്ങനെ ഇസ്ലാമിനെ ഉപദ്രവിക്കാം എന്നുള്ളത് അവർ ഡിഗ്രി എടുക്കുകയാണ്. അതാണ് എനിക്ക് മനസ്സിലായത്. ഇത് ദുബായിൽ അവൈലബിൾ ആണ് ഈ മീറ്റ്, അത് കഴിക്കുന്നവരവിടെയുണ്ട്. ഫിലിപ്പീനികളൊക്കെ ഇതില്ലാതെ ഫുഡ് കഴിക്കുന്ന ഒരു ടൈമില്ല. അപ്പം അവർക്കത് താല്പര്യമാണെങ്കിൽ അവർ കഴിച്ചോട്ടെ. ഇത് നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് ഇസ്ലാമിയർക്കാണ്. അവർക്ക് നിഷേധിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നിഷേധിക്കപ്പെട്ടത് തന്നെയാണ്. അത് മറിച്ച് അവർ കഴിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഹറാം എന്ന് തന്നെ പറയും. അതുകൊണ്ടാണ് അവർ എടുത്താക്കിലെ ഹറാമികൾ എന്ന് പറയുന്നത്. അത്തരത്തിലെ ഹറാമായ പ്രക്രിയകൾ ചെയ്യുന്നവരെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അത് അവരുടെ ചര്യകളാണ്, ആചാരങ്ങളാണ്, അത് അവർ അനുഷ്ഠിക്കട്ടെ. മറ്റാർക്കും ഹാംഫില്ലല്ലോ. ഇപ്പം പന്നിയെ തിന്നേ മതിയാവോ എന്ന് പറയണമെങ്കിൽ പന്നിയുടെ ജീവന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറയാം, അയ്യോ പന്നിയെ തിന്നേ മതിയാവോ എന്ന് അവർ പറയുന്നുണ്ട്, നമുക്ക് ഇവരെ തീർത്ത് കളയാം. ഇത് അങ്ങനെയല്ലല്ലോ പറയുന്നത്. പന്നിയെ തിന്നണ്ടെന്നല്ലേ, ഒരു ജീവനോടെ രക്ഷപ്പെടുകയല്ലേ ചെയ്യുന്നത്. പക്ഷെ അതും ഒരു കുറ്റമായി കണ്ടെത്തി അതിനെയും കൂടെ എടുത്തു വെച്ചിട്ട് കളിയാക്കുന്ന രൂപേണ ഇയാൾ പറയുമ്പോൾ ഇവന്റെ തലയിൽ മുടി മാത്രമല്ല തോറും ഇല്ല എന്നുള്ളതിന് വസ്തുത മനസ്സിലാകുന്നില്ല. അവന്റെ തലയിൽ ഒരു വണ്ണാക്കും ഇല്ല. അടുക്കളയ്ക്കകത്ത് നിന്നുകൊണ്ട് ഗണോണോണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം അങ്ങ് തീർന്നു പോയി എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ് ഈ പോക്കൃത്തരം പറയുന്നത്. ഇവർക്ക് കണ്ടതും കടിയതും ഒക്കെ കഴിക്കണം. ഇപ്പൊ ദൈവത്തിന് സമർപ്പിച്ച ശേഷം കഴിക്കുക എന്നുള്ളതാണ് ഹലാൽ എന്നതുകൊണ്ട് ഈ ഇറച്ചി വെട്ടുന്നതിനൊക്കെ പറ്റി പറയുന്നത്. ഇവരങ്ങനെയല്ല. കോഴിയെ കൊല്ലുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ കതകിന്റെ ഇടയിലോട്ട് വെച്ചിട്ട് ഞെരിക്കുക, അങ്ങനത്തെ കലാപരിപാടികളാണ് ഇവർ കാണിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ അവരെ കൊണ്ട് അത് സാധിക്കുന്നുണ്ട്. ഇവർക്ക് ഇങ്ങനെയാണ് ഇവരുടെ രീതികൾ. ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടാവും. ഇപ്പം ഫുഡ് കഴിക്കുന്നവനിക്ക് ഭയങ്കര വെപ്രാളകളെ പഴുതാഴെ പൊരിച്ചു കൊടുത്താൽ തിന്നുമോ? ചൈനക്കാരെ തിന്നുന്നുണ്ട്, പാറ്റയെ തിന്നുന്നുണ്ട്, പുഴുവിനെ തിന്നുന്നുണ്ട്, പല്ലിയെ തിന്നുന്നുണ്ട്, തവളയെ വരെ പൊരിച്ച് തിന്നുന്നുണ്ട്. തവളയെന്ന് വെച്ചാൽ നമ്മളൊക്കെ അതിന്റെ ഇറച്ചി എടുത്തിട്ട് ഇല്ല ഇറച്ചിക്കറി പോലെ കളിശാപ്പി കിട്ടുമെന്നാണ് കേട്ടിട്ടുള്ളത്. ഇത് അങ്ങനെയല്ല. തവളയെ അങ്ങനെ തന്നെ പൊരിച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ സുഹാന ബഷീറിന്റെ ചാനൽ പോയി നോക്കുക, അതിനകത്ത് ആ പെണ്ണ് തിന്നുന്നുണ്ട്, തവളയും തിന്നുന്നുണ്ട്, പുഴുവിനെയും തിന്നുന്നുണ്ട്. ആകെ മൊത്തം നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത സാധനമാണ് കഴിക്കുന്നത്. പക്ഷെ നമുക്കത് ഒരു നേരത്തേക്ക് ആ പെൺകുട്ടി കഴിക്കുന്നതാണെന്ന് തന്നെ ഇന്ന് തോന്നുകയാണ്. അവരുടെ റെഗുലർ ചാപ്പാടാണത്. ചില കടല തിന്നുന്നതാണൊക്കെയാണ് പുഴുവിനെ തിന്നുന്നതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത് ഓരോരുത്തരുടെ ജീവിത രീതിയാണ്. ഇത് നമുക്കത് താല്പര്യമില്ലെങ്കിൽ നമ്മളത് കഴിക്കത്തില്ല. ഇവിടെയും കൊണ്ട് അങ്ങനെ ജീവിക്കുന്നവർ. ഇപ്പോൾ ഈ ബ്രാഹ്മണ സമൂഹം, അവർ ഇറച്ചി മീനും തിന്നില്ല, മുട്ടയും തിന്നത്തില്ല. നമ്മളവരെ പിടിച്ച് കടിക്കുന്നു, നിങ്ങൾ തിന്നേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇല്ലല്ലോ. ഇത് കഴിക്കുന്നവർക്ക് കഴിക്കാം, കഴിക്കാത്തവർക്ക് വേണ്ട. ഇത് ഒരു ബിസിനസ് ടാക്ടിക്സ് ആണ്. അതേപോലെ ഒരു പൊളിറ്റിക്കൽ ഗിമിക്കാണ്. ഇത് പൊളിറ്റിക്കൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിഭാഗത്തിന് ബോധമില്ല, ആർക്കും മുസ്ലിംസിന് ബോധമില്ല. അവർ ഗോത്രീയത കൊണ്ട് നിറഞ്ഞ ഒരു വിഭാഗമാണ്. ആ വിഭാഗക്കാരെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയും അവർക്ക് ബോധമുണ്ടാക്കി കൊടുക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മിൽ നിക്ഷിപ്തമാണ്. നമ്മൾ അതിനു വേണ്ടി പൊരുതേണ്ടവരാണ്. നമുക്ക് തീർച്ചയായിട്ടും ഇതിനു വേണ്ടിയിട്ട് പൊരുതണമെന്ന് മാത്രമല്ല, ഇവർ ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ്. ശത്രുക്കളായ ഇവരെ തീർത്ത് കെട്ടാൻ, ഒഴിവാക്കാൻ, ഇവിടുന്ന് പാകിസ്ഥാനിലോട്ട് ഓടിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ സംഘികൾ പ്രചരിപ്പിക്കുന്നത്. കാമിതയും ആരിഫ് കിണ്ണനും ഒക്കെ ഇതിന് തന്നെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും? ഇത് കേൾക്കുന്ന മനുഷ്യർക്ക് തോന്നാൻ ശരിയാണ്, ഇവർക്ക് തീരെ ബോധമില്ല. പെണ്ണുങ്ങൾക്ക് തലയിൽ തട്ടമിട്ട് കൊടുക്കാൻ നിർബന്ധം പറയുന്നു. ഇങ്ങനെ ഒരു 100 കാര്യങ്ങൾ അവർക്ക് നിർത്താൻ പറ്റും. അത് ഒരു മതത്തിന്റെ ആചാരമാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ UA2 പോലുള്ള കുട്ടികളാണ് മുൻപോട്ട് വന്നത്. കുട്ടികൾ കറക്റ്റായിട്ട് അത് പറയുന്നുണ്ട്. അതൊരു ആചാരമാണ്, മതത്തിന്റെ ആചാരം. അനുഷ്ഠിക്കാം, വേണമെങ്കിൽ വേണം, വേണ്ടവർക്ക് വേണ്ട. അവരൊരു നിർബന്ധവും പറയുന്നില്ല. നിങ്ങൾക്ക് മതം വിട്ടുപോകാനും മതത്തിൽ നിൽക്കാനും മതം ആചരിക്കാനും മതമില്ലാതെ ജീവിക്കാനും ഒക്കെ ഉള്ള അധികാരം തരുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ ഭരണഘടന ഇതെല്ലാം സമ്മതിച്ചു തരുന്നുണ്ട്. ഇത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോഴത്തേക്കാണ് പ്രശ്നം. അങ്ങനെ അവർ ചെയ്യുന്നില്ലല്ലോ. നീ പന്നി മാംസം കഴിച്ചോ, നീ ഇനി ജീവിക്കണ്ട എന്നവർ പറയുന്നില്ലല്ലോ. നീ കാണാതെയോ കണ്ടോ ഒക്കെ കഴിച്ചോ, നീ കഴിക്കില്ല എന്നുള്ളതാണ് വസ്തു. ഒരു മുസ്ലിമും അത് ആഗ്രഹിക്കില്ല. ഒരു മുസ്ലിമും പന്നി മാംസം കഴിക്കാൻ തയ്യാറാവില്ല. അത് അവരുടെ ഉള്ളിൽ ആ ദൈവഭയം ഉള്ളതാണ്. ദൈവമാണത് പറഞ്ഞിരിക്കുന്നത്, പ്രവാചകനിലൂടെ ദൈവമാണത് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ദൈവപേടിയുള്ളവർ തൊടൂല എന്നുള്ളതാണ് വസ്തുത. അത് കണ്ടിട്ട് ഇളകിയിട്ട്, അവരുടെ യൂണിറ്റി കണ്ടിട്ടും അവരുടെ അനുസരണയും അവരൊന്നിച്ചു പോകുന്ന ടേമും ഒക്കെ കണ്ടിട്ട് ഇളകിയിട്ടും നിർത്തിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. പന്നി ഹറാം തന്നെയാണ്, വ്യഭിചാരം ഹറാം തന്നെയാണ്, മദ്യം ഹറാം തന്നെയാണ്.
ഇതൊക്കെ സ്വർഗത്തിൽ കിട്ടുമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയൊന്നും സമാധാനിപ്പിക്കുന്നതാണ്. അതിനപ്പുറം ഹറാമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരു റിയൽ ഇസ്ലാമിൻ്റെ കടമ തന്നെയാണ്. അത് അവർ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് തേരോട്ടം നടത്തി കുത്തിക്കേൾപ്പ് നടത്തി അവരെ ഉപദ്രവിക്കാനായിട്ട് ചെന്ന് കയറുന്നവർക്ക് ബോധമില്ല എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. അത്രേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. ഈ ഫും ഫാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഷോയൊക്കെ പട്ടി ഷോയൊക്കെ കാണിക്കുന്ന നീ ഇസ്ലാമിനെ കൂടുതൽ ഉണ്ടാക്കാൻ നിൽക്കേണ്ട. നീ നിൻ്റെ ജോലി നോക്കി പോകാൻ നോക്ക്. അപ്പോൾ ഒരു ഇസ്ലാമിനെ ഉണ്ടാക്കാൻ വന്നേക്കുന്നു. നീ നിൻ്റെ കാര്യം നിൻ്റെ സമൂഹത്തിനെ ആദ്യം നന്നാക്കാൻ നോക്ക്. എന്താ ഇസ്ലാം വേറെ സ്പീഷ്യസ് ആണോ വേറെ ആഷ്യസ് ആണോ എന്നൊക്കെ ചോദിക്കാൻ നിനക്ക് എന്തറിയാം ഇസ്ലാമിനെ പറ്റിയിട്ട്? എന്താണ് ഇസ്ലാം എന്ന് നിനക്ക് എന്തൊരു വാഴ അറിയാം? ഒരു പിണ്ണാക്കും അറിയാത്തിരുന്നുണ്ട് ഇസ്ലാമിനെ കുറ്റപ്പെടുത്താൻ വന്നിരിക്കുന്നത്. അടിച്ച് പൊട്ടിക്കാൻ ആളില്ലാണ്ട് അവൻ്റെ വാഴത്തരം ഒന്നും പറയാനില്ല. ഇതിനെയൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് നമ്മുടെ സമൂഹമാണ്. മനസ്സിലായാലും ഒരു വിഭാഗം ജനതയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവരെ മോശം പറയുന്നത് ഒരു വ്യക്തിയെ പറയുന്നത് പോലെയല്ല, ഒരു സമൂഹത്തിലെ മൊത്തം ആൾക്കാരെയാണ് അവൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എത്ര പേർക്ക് അത് ഹാംഫുൾ. അപ്പോൾ ഇതിന് നിരന്തരമായി ഇസ്ലാമിക വിഭാഗത്തിനെ ആക്രമിക്കുമ്പോൾ കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ്, അതിൽ കൂടെ കിട്ടുന്ന ഒരു എനർജി, അതാണ് ഇവറ്റകളെ ഇത് വീണ്ടും വീണ്ടും ചെയ്യിക്കുന്നത്. അത് ഇവിടുന്ന് നിശബ്ദത വായിച്ചിട്ട് തന്നെയാണ് അതിങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ലൈക്ക് ചെയ്യുക എന്നുള്ളത് ഒരു റിക്വസ്റ്റ് ആണ്. ബിക്കോസ് ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും എനിക്ക് റിപ്പോർട്ട് കിട്ടുന്നത് കൊണ്ട് യെല്ലോ ആണ്, എനിക്ക് റവന്യൂ ജനറേറ്റ് ആകുന്നില്ല. ഞാൻ അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ പോകുന്നതാണ്. എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.